അഴിമതി കേസിൽ മന്ത്രി അടൂർ പ്രകാശിനെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്ന റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ തള്ളി. സിവിൽ സപ്ലൈസ് മന്ത്രിയായിരിക്കെ റേഷൻ ഡിപ്പോ അനുവദിക്കുന്നതിന് 25 ലക്ഷം കോഴ ചോദിച്ചുവെന്ന കേസിലെ കുറ്റപത്രമാണ് റദ്ദാക്കാനാകില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ആർ ശങ്കർ റെഡ്ഡി നിലപാടെടുത്തത്. ഇതോടെ അഴിമതി കേസിൽ മന്ത്രി അടൂർ പ്രകാശ് വിചാരണ നേരിടേണ്ടി വരും. 2004-2006 കാലഘട്ടത്തിൽ അടൂർ പ്രകാശ് ഭക്ഷ്യമന്ത്രിയായിരുന്ന കാലത്ത് കോഴിക്കോട് ഓമശ്ശേരിയിൽ റേഷൻ ഡിപ്പോ അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു ആരോപണം. 2005 ഡിസംബർ 6-ന് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ചും പിന്നീട് തിരുവനന്തപുരത്തെ മന്ത്രിഭവനത്തിൽ വെച്ചും കോഴ ആവശ്യപ്പെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് NK അബ്ദുറഹ്മാനാണ് വെളിപ്പെടുത്തിയത്. കോഴ നൽകാത്തതിനാൽ തനിക്ക് മന്ത്രി റേഷൻ ഡിപ്പോ അനുവദിച്ചില്ലെന്നും അബ്ദുറഹ്മാൻ ആരോപിച്ചു. ഇതേ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി സജിത്രൻ നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷിച്ച് മന്ത്രിയെ പ്രതിയാക്കി കുറ്റപത്രം നൽകിയത്. മന്ത്രിക്കെതിരെ ആരോപണം പിൻവലിക്കാൻ NK അബ്ദുറഹ്മാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. കോടതി തുടർ നടപടികളിലേക്ക് കടക്കുന്നതിനിടെ പ്രോസിക്യൂഷൻ തുടരന്വേഷണം ആവശ്യപ്പെട്ടു. ഈ അന്വേഷണത്തിൽ NK അബ്ദുറഹ്മാൻ മൊഴി മാറ്റി. ഇതോടെ മന്ത്രിയെ പ്രതിപട്ടികയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് വിജിലൻസ് DYSP ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഇതിന്മേൽ നിയമോപദേശം തേടിയ വിജിലൻസ് ഡയറക്ടർ ശുപാർശ തള്ളി വിചാരണ തുടരാൻ ഉത്തരവിടുകയായിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.